പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം 13-ാം തീയതി. ദൈവമാതാവ്. മാതൃത്വം ശ്രേഷ്ഠമാണെങ്കിൽ ദൈവമാതൃത്വം അതിശ്രേഷ്ഠവും അത്യുന്നതവുമാണ്. തിരുസഭ കന്യകാമറിയത്തെ വിവിധ നാമങ്ങളിൽ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്. അവയിൽ ഏറ്റവും ഉത്കൃഷ്ടവും മഹത്തരവുമായത് ദൈവമാതാവ് എന്നുള്ളതാണ്. പരിശുദ്ധ കന്യകയുടെ മഹത്വത്തിൻ്റെ എല്ലാ നിദാനവും അവളുടെ ദൈവമാതൃത്വമാണല്ലോ. ദൈവമാതാവ് എന്നുള്ള നിലയിൽ മറിയത്തിൻ്റെ സ്ഥാനവും മഹിമയും വർണ്ണനാതീതവും നമ്മുടെ പരിമിതമായ ബുദ്ധിക്ക് അതീതവും അത്രേ. വിശുദ്ധ ബെനവേന്തുര പറയുന്നു, ദൈവത്തിന് കുറെ കൂടി പരിപൂർണമായ മാലാഖമാരെയോ മഹത്തരമായ പ്രപഞ്ചത്തെയോ കൂടുതൽ മനോഹരമായ സ്വർഗത്തെ തന്നെയോ സൃഷ്ടിക്കുവാൻ കഴിയും. എന്നാൽ ദൈവമാതാവിനേക്കാൾ പരിപൂർണമായ ഒരു അമ്മയെ സൃഷ്ടിക്കുക സാധ്യമല്ല. ദൈവം മനുഷ്യന് പ്രദാനം ചെയ്തിരിക്കുന്ന എല്ലാ വിശേഷ വരങ്ങളിലും വെച്ച് മഹോന്നതമായ ദൈവമാതൃത്വമാണ്. മറ്റെല്ലാ വരങ്ങളും ഇതിനെ ആശ്രയിച്ചു നിൽക്കുന്നുവെന്ന് പറയാം. മറിയത്തിൻ്റെ അമലോത്ഭവവും നിത്യകന്യാത്വവുമെല്ലാം ദൈവമാതൃത്വത്തെ പ്രതിയാണ് അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ദൈവമാതൃത്വം ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. മറിയം ദൈവമാതാവല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം യുക്തിഹീനമത്രേ. മറിയത്തിൻ്റെ ദൈവമാതൃത്വം നിഷേധിക്കുവാൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ മറ്റ് പല സത്യങ്ങളെയും നിഷേധിക്കുന്നു. എന്നാൽ ദൈവമാതൃത്വം അംഗീകരിച്ചാൽ മറ്റ് വിശ്വാസസത്യങ്ങളും അംഗീകരിക്കുവാൻ എളുപ്പമുണ്ട്. മാതാവും ശിശുവും തമ്മിൽ യഥാർത്ഥമായ ഒരു ബന്ധം എല്ലാ മാതൃത്വത്തിലുമുണ്ട്. ഈ ബന്ധം ശാരീരികം, ധാർമ്മികം, സ്വഭാവാതീതം എന്ന 3 തരത്തിലാണുള്ളത്. ശാരീരികമായ വിധം ഗർഭധാരണം, പ്രജാസംവഹനം, പ്രസവം തുടങ്ങിയ മാതൃകർത്തവ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. ധാർമ്മിക ഘടകം ശിശുവിനെ ജനിപ്പിക്കുന്നതിൽ മാതാവിനുള്ള സമ്മതമാണ്. സ്വാഭാവികത ഘടകമാണെങ്കിൽ പ്രസ്തുത സമ്മതം വരപ്രസാദ പ്രതീതമാകുമ്പോൾ ഉളവാകുന്നു. 3ാമത്തെ ഘടകം സ്വാഭാവിക മാതൃത്വത്തിന് ആവശ്യമില്ല. ജനിപ്പിക്കുക, പ്രസവിക്കുക മുതലായവ നാം വ്യക്തിയിലാണ് ആരോപിക്കുന്നത്. സ്വാഭാവിക ജനനത്തിൽ മാതാപിതാക്കളുടെ പങ്ക് ശിശുവിൻ്റെ ശാരീരിക രൂപീകരണമാണ്. അപ്രകാരം രൂപീകൃതമാകുന്ന ശരീരത്തിൽ ദൈവം ആത്മാവിനെ നിവേശിപ്പിക്കുമ്പോൾ അത് വ്യക്തിയായിത്തീരുന്നു. എങ്കിലും നാം മാതാപിതാക്കന്മാരെക്കുറിച്ച് ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ മാതാവ്, പിതാവ് എന്നല്ല പറയുന്നത്. ഇതുപോലെ പരിശുദ്ധ കന്യകയും മാംസമായി അവതരിച്ച ദൈവവചനത്തിൻ്റെ മാതാവ് അഥവാ ദൈവമാതാവ് എന്ന പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. മറ്റു മാതാക്കളെ പോലെ മറിയവും തൻ്റെ ശിശുവിനെ മനുഷ്യത്വം മാത്രമാണ് നൽകിയത്. എന്നിരുന്നാലും മനുഷ്യ സ്വഭാവം സ്വീകരിച്ചത് ദൈവിക വ്യക്തിയാണ്. അതിനാൽ മറിയം ദൈവമാതാവാണ്. സാധാരണ മാതൃത്വത്തിന് ആവശ്യമായ ദാമ്പത്യ ധർമാനുഷ്ഠാനം കന്യാമറിയത്തിൽ സംഭവിച്ചിട്ടില്ല. ബാക്കിയുള്ള മാതൃത്വത്തിൻ്റെതായ കടമകൾ എല്ലാം അവൾ നിർവഹിച്ചു. മറിയം ദൈവസുതനെ 9 മാസക്കാലം ഉദരത്തിൽ സംവഹിക്കുകയും സ്വരക്തത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു. പ്രസവാനന്തരം സ്വപ്നം നൽകി. ആകയാൽ ദൈവമായ മിശിഹ അവളുടെ മാംസത്തിൻ്റെ മാംസവും രക്തത്തിൻ്റെ രക്തവുമാണെന്ന് മേരിക്ക് പറയുവാൻ സാധിക്കും. ഇനി നമുക്ക് ഒരു സംഭവം കേൾക്കാം. ഹെൻറിക് വെനിയർ എന്ന പണ്ഡിതൻ ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങളെപ്പറ്റി പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. 1862 ആണ്ട് മുതൽ 40 വർഷക്കാലത്തേക്ക് ലൂർദിലെ ഗ്രോട്ടോയുടെ സമീപത്ത് എൻ്റെ വേനൽക്കാലാവസ്ഥയിൽ ഞാൻ വിശ്രമിച്ചു വരികയാണ്. ലൂർദ് പട്ടണത്തിൽ തന്നെ 10 കൊല്ലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് അനേകായിരം തീർത്ഥാടകരുടെയും അനേകശതം രോഗികളുടെയും ഗമന നിർഗമനങ്ങൾ ഞാൻ കണ്ടു. വൈദ്യവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന മറ്റു പലരെയും പോലെ വിദ്യാഭ്യാസത്തിൽ അവിശ്വാസമുള്ളവനായിരുന്നു. വളരെ ജോലി തിരക്കുള്ളവനും സമയം ഒട്ടും നഷ്ടപ്പെടുത്താൻ നിവൃത്തിയില്ലാത്തവനുമാണ് ഞാൻ എന്നായിരുന്നു എൻ്റെ ഭാവം. അലക്ഷ്യതയും മുൻവിധിയും നിമിത്തം 30 വർഷക്കാലത്തേക്ക് ഏറ്റവും വിലയുള്ള സാക്ഷ്യങ്ങളെ വകവയ്ക്കാതെ ജീവിച്ചു. എതിർക്കാനാവാത്ത ശക്തിയോടുകൂടി തെളിവുകളും ഏറ്റവും ആശ്ചര്യവഹമായി കൂടെ നടന്നുകൊണ്ടിരുന്ന രോഗശമനങ്ങളും പ്രബലമായി എന്നിൽ സ്വാധീന ശക്തി ചെലുത്തി. ഒടുവിൽ എൻ്റെ ശിരസ്സു കുനിക്കുകയും എനിക്കുണ്ടായ ബോധ്യത്തെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ലൂർദിലെ ഈ മെഡിക്കൽ ബ്യൂറോയിൽ അത്ഭുതങ്ങളുടെ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ലോകത്തിലെ അനാദൃശ്യമായ ഈ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായവയെ പരമാർത്ഥ ബുദ്ധികളും നിഷ്കളങ്ക മാനസരുമായ സകലരെയും ഞാനിപ്പോൾ അറിയിച്ചുകൊള്ളുന്നു.